നമുക്കൊരു അടിപൊളി ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാം. കറുത്ത് പോയ നേന്ത്രപ്പഴം അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ കറുത്ത് പോയിട്ടുള്ള 2 ബനാനയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബനാനയൊന്നും കഴിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ നല്ല കറുത്ത് പോയ ബനാന കൊണ്ട് ഈ സ്നാക്ക് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബനാനയൊക്കെ നന്നായി ഉടച്ചെടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഈ ബനാന ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബനാനയൊക്കെ ഇവിടെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബനാന മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ആ സമയം നമുക്ക് വെള്ളം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷമാണ് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നല്ല ബോളിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ സ്നാക്ക്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്രെഡ് ക്രംസ് ചേർത്തത് കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ അത്. ഗോതമ്പ് പൊടിയും ബനാനയും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കരയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയിലോട്ട് ഒരു അച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്താലും മതി. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു സ്റ്റൈനറിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബനാന വീറ്റ്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്